ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം. ജനതകളുടെ ഉത്ഭവം. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം. യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷിക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ്, റീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തിം, ദോദാനീം. ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു. ഹാമിന്റെ പുത്രന്മാർ കുഷ്, മിസ്രായീം, ഫുത്ത്, കാനാൻ എന്നിവർ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, രാമ, സപ്തേക്ക. രാമയുടെ മക്കളാണ് ഷെബായും ദദാനും. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിൻ്റെ മുൻപിൽ ഒരു നായാട്ടു വീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി. ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഏറക്കും അക്കാദുമടങ്ങിയതായിരുന്നു. അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവേ, രഹോബോത്ത് പട്ടണം, കാല എന്നിവ പണിതു. നിനവേയ്ക്കും കാലായ്ക്കും മധ്യേ രേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു. മിസ്രായിമിന്റെ മക്കളാണ് ലൂദിം, അനാമിം, ലഹാബിം, നഫ്തുഹിം, പത്രൂസിം, കസ്ലുഹിം, കഫ്തോറിം എന്നിവർ. കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്ത്യരുടെ ഉത്ഭവം. കാനാന് കടിഞ്ഞൂൽ പുത്രനായി സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കീയർ, സീനിയർ, അർവാദീയർ, സെമറിയർ, ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ. പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു. കാനാൻ വംശജരുടെ നാട് സീദോനിൽ തുടങ്ങി ഗെരാറിന് നേർക്ക് ഗാസ വരെയും സോദോമിനും ഗൊമോറായ്ക്കും അദ്മായ്ക്കും സെബോയിമിനും നേർക്ക് ലാഷ വരെയും നീണ്ടുകിടന്നു. ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിന്റെ സന്തതി പരമ്പര. യാഫത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി. അവൻ ഏബറിന്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ്. ഷേമിന്റെ പുത്രന്മാർ ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം എന്നിവരും. ആരാമിന്റെ പുത്രന്മാർ ഊസ്, ഹൂൽ, ഗേത്തർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷാദിന് ഷേലാഹും ഷേലാഹിന് ഏബറും ജനിച്ചു. ഏബറിന് 2 പുത്രന്മാരുണ്ടായി. ഒരുവന്റെ പേര് പേലഗ്, കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത്. അവന്റെ സഹോദരന്റെ പേർ യോക്താൻ. യോക്താന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ്, ഷേലഫ്, ഹസർമാവത്ത്, യാറഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമായേൽ, ഷെബ, ഓഫീർ, ഹവില, യോബാബ് എന്നിവർ. അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേഷ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു. ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിന്റെ സന്തതി പരമ്പര. ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബ ചരിത്രമാണ് ഇത്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയാകെ വ്യാപിച്ചത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. ബാബേൽ ഗോപുരം. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കുനിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു,
അവരിപ്പോൾ ഒരു ജനതയാണ്. അവർക്ക് ഒരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്നു പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ഷേം മുതൽ അബ്രാം വരെ. ഷേമിൻ്റെ വംശാവലി. ഷേമിന് 100 വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ജനിച്ചു. ജലപ്രളയം കഴിഞ്ഞ് 2-ാം വർഷമായിരുന്നു അത്. അർപ്പക്ഷാദിൻ്റെ ജനനത്തിനു ശേഷം ഷേം 500 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 35 വയസ്സായപ്പോൾ അർപ്പക്ഷാദിന് ഷേലാഹ് ജനിച്ചു. ഷേലാഹിൻ്റെ ജനനത്തിനു ശേഷം അർപ്പക്ഷാദ് 403 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ ഷേലാഹിന് ഏബർ ജനിച്ചു. ഏബർ ജനിച്ചതിനു ശേഷം 403 വർഷം ഷേലാഹ് ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 34 വയസ്സായപ്പോൾ ഏബറിന് പേലഗ് ജനിച്ചു. പേലഗിൻ്റെ ജനനത്തിനു ശേഷം ഏബർ 430 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ പേലഗിന് റെവു ജനിച്ചു. റെവുവിൻ്റെ ജനനത്തിനു ശേഷം പേലഗ് 209 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 32 വയസ്സായപ്പോൾ റെവുവിന് സേരൂഗ് ജനിച്ചു. സേരൂഗിൻ്റെ ജനനത്തിനു ശേഷം റെവു 207 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30-ാം വയസ്സായപ്പോൾ സേരൂഗിന് നാഹോർ ജനിച്ചു. നാഹോറിൻ്റെ ജനനത്തിനു ശേഷം സേരൂഗ് 200 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 29 വയസ്സായപ്പോൾ നാഹോറിന് തേരാഹ് ജനിച്ചു. തേരാഹിൻ്റെ ജനനത്തിനു ശേഷം നാഹോർ 119 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 70 വയസ്സെത്തിയതിനു ശേഷം തേരാഹിന് അബ്രാം, നാഹോർ, ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു. തേരാഹിൻ്റെ പിന്മുറക്കാർ ഇവരാണ്. തേരാഹിൻ്റെ പുത്രന്മാരാണ് അബ്രാമും നാഹോറും ഹാരാനും. ഹാരാൻ്റെ പുത്രനാണ് ലോത്ത്. തൻ്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുൻപ് ഹാരാൻ ജന്മനാടായ കൽദായരുടെ ഊറിൽ വച്ച് ചരമമടഞ്ഞു. അബ്രാമും നാഹോറും വിവാഹം കഴിച്ചു. അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാറായി. നാഹോറിൻ്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ മിൽക്കായുടെയും ഇസ്കയുടെയും പിതാവായ ഹാരാൻ്റെ മകളാണ്. സാറായി വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളുണ്ടായില്ല. തേരാഹ് കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു. തേരാഹ് 205 വർഷം ജീവിച്ചിരുന്നു. അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. അബ്രാമിനെ വിളിക്കുന്നു. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കെമിൽ
മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്കു പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗബിന് നേരെ യാത്ര തുടർന്നു. അബ്രാം ഈജിപ്തിൽ. അവിടെ ഒരു ക്ഷാമമുണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു. ഈജിപ്തിലെത്താറായപ്പോൾ ഭാര്യ സാറായിയെ വിളിച്ച് അവൻ പറഞ്ഞു, നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം. നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും, ഇവൾ അവൻ്റെ ഭാര്യയാണ്. എന്നിട്ട് എന്നെ അവർ കൊന്നുകളയും. നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. അവർ ഈജിപ്തിലെത്തി. അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി. അവളെ കണ്ടപ്പോൾ ഫറവോയുടെ സേവകന്മാർ അവളെപ്പറ്റി ഫറവോയോട് പുകഴ്ത്തി പറഞ്ഞു. അവൾ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി. അവന് ആടുകൾ, കാളകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വേലക്കാർ, വേലക്കാരികൾ എന്നിവ ലഭിച്ചു. പക്ഷേ അബ്രാമിൻ്റെ ഭാര്യ സാറായിയെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. തന്മൂലം ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു, നീ ഈ ചെയ്തത് എന്താണ്? അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട്? അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞതെന്തിന്? അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത്. ഇതാ നിന്റെ ഭാര്യ, അവളെയും കൊണ്ട് സ്ഥലം വിടുക. ഫറവോ തൻ്റെ ആൾക്കാർക്ക് അബ്രാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയെയും അവൻ്റെ വസ്തുവകകളോടുകൂടെ യാത്രയാക്കി. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം. അബ്രാമും ലോത്തും. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബിലേക്ക് പോയി. ലോത്തും കൂടെയുണ്ടായിരുന്നു. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗബിൽ നിന്ന് ബഥേൽ വരെയും ബഥേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുൻപ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ചു പാർക്കുക വയ്യാതായി. അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാൻകാരും പെരീസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുൻപിലുണ്ടല്ലോ. എന്നെ പിരിഞ്ഞു പോവുക. ഇടത്തുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം. വലത്തുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിനു നേരെയുള്ള ഈജിപ്തിലെ മണ്ണുപോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറായും നശിപ്പിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിനു ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും.
എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു.